ഉച്ചയ്ക്കൊരു 3:30 ആകുമ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ബസ്സിന് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റോഡ് പണി, നാഗവര മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ട്രാഫിക് കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചത്. ഞങ്ങൾ താമസിക്കുന്ന അശ്വത് നഗറിൽ നിന്ന് നെക്സസ് ശാന്തിനികേതനിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല, 2 ബസ് മാറി കയറി വേണം പോകാൻ. നാഗവര മെട്രോ ഓപ്പൺ ആയിരുന്നേൽ പെട്ടെന്ന് പോയി വരാമായിരുന്നു. പക്ഷേ നാഗവര മെട്രോയുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് നാഗവര മെട്രോ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ VMTCയുടെ ബസ് എപ്പോഴും കിട്ടും. മിനിമം ചാർജ് 6 രൂപയെ വരികയുള്ളൂ. ലേഡീസിന് ആധാർ കാർഡ് കാണിക്കുകയാണെങ്കിൽ, കന്നഡക്കാരാണെങ്കിൽ യാത്ര ഫ്രീ ആണ്. നമ്മുടെ UDF സർക്കാർ KSRTC ബസ്സിൽ ലേഡീസിന് ഫ്രീ ആക്കും എന്ന് പറഞ്ഞപ്പോൾ ഓർത്തത് നമ്മുടെ റൂട്ടിലൊന്നും KSRTC ബസ് അങ്ങനെ ഓടുന്നേ ഇല്ലല്ലോ. അപ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നതാണ്. പക്ഷേ ബാംഗ്ലൂർ അങ്ങനെയല്ല, മിനിറ്റ് വെച്ച് BMTC ബസ് വരും. അതുകൊണ്ട് തന്നെ ലേഡീസിന് ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇവിടെ ബസ്സിനൊക്കെ ഇങ്ങനെ ഓരോ നമ്പർ കാണാം. 290, 290E, 500, 500D ഒക്കെ. ആ നമ്പർ വെച്ചിട്ടാണ് ആ ബസ് ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 99 വരെയാണെങ്കിൽ അത് മജസ്റ്റിക്, ശിവാജി നഗർ പോലെയുള്ള മെയിൻ സിറ്റികളിലേക്കുള്ള ബസ്സുകളാണ്. 100 മുതൽ 499 വരെയാണെങ്കിൽ IT പാർക്കുകളിലേക്കും ദൂരെയുള്ള സബർബൻ ഏരിയകളിലേക്കും പോകുന്ന ബസ്സുകളാണ്. 500 സീരീസൊക്കെ ആണെങ്കിൽ അത് സിറ്റിയിലേക്ക് കയറാതെ ഔട്ടർ റിംഗ് റോഡ് വഴി മാത്രം ചുറ്റിക്കറങ്ങുന്ന ബസ്സുകളാണ്. അങ്ങനെ 5:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ മാളിലെത്തി. മുമ്പ് ഒരു വട്ടം കൊറോണയ്ക്ക് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. തൈക്കുടം ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ അത് കാണാൻ. അതുകൊണ്ട് പ്രോഗ്രാം നടക്കുന്ന ഇടം എവിടെയായിരിക്കും എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സ്പാറിൽ മാംഗോ എക്സിബിഷൻ നടക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാ വെറൈറ്റി മാംഗോയും വാങ്ങാൻ കിട്ടും. ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്ന ഏരിയ. അവിടെയൊന്നും ആരെയും കാണാത്തത് കൊണ്ട് നമ്മൾ ഈ മാളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വെച്ചു. ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ലൈറ്റായിട്ട് 2 ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ സ്ക്രീൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം സ്ക്രീനിൽ വരുന്ന പരസ്യം നോക്കി അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഏരിയയിലേക്ക് പോയി. അപ്പോഴേക്കും അവിടെ സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാവാനായിരുന്നു. ഒരു 6:45 ഒക്കെ ആയപ്പോൾ നവ്യയെ ആങ്കേഴ്സ് വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതിനുശേഷം നവ്യയുടെ ഒരു മനോഹരമായ നമസ്കാരവും ചെറിയ സംസാരവും ഉണ്ടായിരുന്നു. പിന്നെയാണ് കച്ചേരിയുടെ മായാജാലം തുടങ്ങിയത്. Yes, so are you all ready? Can I get a yes? I think that's not enough for the evening. Ladies and gentlemen, we have a fantabulous star. So on a count of 3, let's hear a big yes. 3, 2, 1. Thank you so much. Beautiful. Yes, so ladies and gentlemen, please put your hands together for the radiance, the graceful, the ever elegant, the queen of charm herself, the one and only Navya Nair. Shantiniketan Mall and the Sairoki celebrations for giving me an opportunity to perform my Bharatanatyam recital for the very first time in Bangalore. So before I continue, I would like to Hemant Lakshman on vocal, Janani Hamsini. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മിന്നായം പോലെ നവ്യയെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ടിക്കറ്റായിരുന്നു ഞങ്ങൾ എടുത്തത് 499-ൻ്റെ. പ്ലാറ്റിനം ഗോൾഡ് ഒക്കെ എടുക്കുകയായിരുന്നെങ്കിൽ നല്ല അടുത്തിരുന്ന് ഫ്രണ്ടിൽ റോയിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റിയായിരുന്നു.
പക്ഷേ പ്ലാറ്റിനം ടിക്കറ്റിനൊക്കെ അറൗണ്ട് 1500 ആയിരുന്നു റേറ്റ്. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൈഡിലെ സ്പേസിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. അവിടെ ക്യാമറാമാൻ ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ കണ്ടപ്പോൾ ആ ചേട്ടൻ അവനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടാക്കി. അപ്പം ഞാനും ആ ചേട്ടനോട് ചോദിച്ചു ഞാനും കൂടെ അവിടെ സൈഡിലായിട്ട് തറയിലിരുന്നോട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലെത്തി. തറയിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് കാണുന്നത് കണ്ടപ്പോൾ ആ ചേട്ടൻ്റെ പ്ലാറ്റിനം ടിക്കറ്റ് സീറ്റ് കാണിച്ച് എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏയ് വേണ്ട ചേട്ടാ, ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യം, താങ്ക്സ് എന്നൊക്കെ. എന്തായാലും അങ്ങനെ ചോദിക്കാൻ ആ ചേട്ടൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് എനിക്ക് വളരെ സന്തോഷമായി. 2 മണിക്കൂർ പെർഫോമൻസ് ആയിരുന്നു. ഒരു ചെറിയ ഗ്യാപ്പ് പോലും എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നവ്യയ്ക്ക് ടയേർഡ് ആവില്ലേ എന്നൊക്കെയുള്ള തോന്നലായിരുന്നു എനിക്ക്. പിന്നെ വർണ്ണം, അഭിനയം, ജതിസ്വരം, തില്ലാന ഓരോ ഭാഗവും അത്രയും മെസ്മറൈസിങ് ആയിരുന്നു. മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള മാട് മേക്കിംഗ് കണ്ണെ നേരിൽ കാണാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം പോലെ തോന്നി. തീരുമാന അടവ്, അതിൻ്റെ ചൊല്ലുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമായിരുന്നു. അത്രയ്ക്കും ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ ടീമും ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. നട്ടുവാങ്കം, വോക്കൽസ്, വയലിൻ, മൃദംഗം ഒന്നും പറയാനില്ല. ആ സ്റ്റേജ് മുഴുവൻ എനർജിയും ഗ്രേസും കൊണ്ട് നിറഞ്ഞിരുന്നു. It is right, but it is definitely from bottom of my heart, because I know the feeling of the people who have watched this performance from there, enjoying each and every moment. So I don't know if it's right, but from bottom of our hearts, can we all rise and give a standing ovation to the lady who പ്രോഗ്രാം just കാണാനായി ലക്ഷ്മി ഗോപാലസ്വാമി, അഞ്ജു അരവിന്ദൊക്കെ വന്നിരുന്നു. നവ്യയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം അത് നടന്നില്ല. പക്ഷേ അവിടെ കാത്തു നിന്ന് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്ന് ഒരു വൈഡ് ആംഗിൾ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് നവ്യ പോയത്. പക്ഷേ പ്രതീക്ഷിക്കാതെ നമുക്ക് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷം. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിരുന്നു.